ഈ ഒരു ഫോൺ ഇപ്പോൾ ഒരു മാസമായിട്ട് യൂസ് ചെയ്തിട്ട് എനിക്ക് മനസ്സിലായ രണ്ട് കാര്യമെന്ന് പറയുന്നത്, ഒന്ന് ഇതിൻ്റെ ക്യാമറ രണ്ട് രീതിയിലുള്ള ആളുകൾക്കാണ് പ്രയോജനപ്പെടുന്നത്. ഒന്ന്, അതുകൊണ്ട് എപ്പോഴും ഫോണിൻ്റെ ഫിസിക്കൽ റാം എത്രയാണെന്ന് നോക്കിയിട്ട് മാത്രം ഉപയോഗിക്കുക. രണ്ട് കാര്യത്തിനാണ് ഈ ഫ്രണ്ട് ക്യാമറ നമുക്ക് ഒരു ചെറിയ പ്രശ്നം തരുന്നത്. ഒന്ന്, ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ടെക് ബ്രോ റിവ്യൂസ്. ഇത് പോക്കോയുടെ C71. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇന്ത്യയിലേക്കും ഏറ്റവും വില കുറഞ്ഞ 6GB റാമും 128GB സ്റ്റോറേജുമുള്ള ബ്രാൻഡഡ് ഫോണാണ്. അപ്പോൾ ഈ ഒരു ഫോണിൻ്റെ എന്തൊക്കെയാണ് പ്രത്യേകതകൾ, ഇതിൻ്റെ വില എത്രയാണ്, മറ്റ് ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് വീഡിയോയിൽ കാണാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. സോ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇതിൻ്റെ 6GB റാം 128GB സ്റ്റോറേജ് ഉള്ള ഇന്ത്യയിൽ കിട്ടാവുന്നതിലേക്കും ഏറ്റവും വില കുറഞ്ഞ ബ്രാൻഡഡ് ഫോണാണ് ഇത്. ഇതിൻ്റെ വില എന്ന് പറയുന്നത് 7500 രൂപ മാത്രമാണ്. ഫ്ലിപ്കാർട്ടിൽ ജസ്റ്റ് ലോഞ്ച് ചെയ്തതേ ഉള്ളൂ. ലോഞ്ച് ചെയ്ത് അപ്പം തന്നെ ഫോൺ ബുക്ക് ചെയ്തു, 2 ദിവസത്തിനുള്ളിൽ കിട്ടി. ഫസ്റ്റ് ബാച്ചിലുള്ള ഒരു ഫോൺ ഞാൻ കുറച്ച് ദിവസമായിട്ട് ഇപ്പം ഉപയോഗിക്കാനും തുടങ്ങി. ഇതിൻ്റെ ഒരു യൂസർ റിവ്യൂ ആണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. കുറച്ചേറെ ദിവസം ഞാൻ യൂസ് ചെയ്തു. ഇതിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ ഞാൻ ഫുൾ ടൈം ഇത് യൂസ് ചെയ്ത് എൻ്റെ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടി വാങ്ങിച്ചതാണ്. അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, ദോഷങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇതിൽ ബ്രാൻഡഡ് ഫോൺ എന്ന് ഞാൻ എടുത്തു പറഞ്ഞത്, ഇത് പോക്കോ ആണ് എങ്കിൽ പോലും ഷവോമിയുടെ ഒരു സബ് ബ്രാൻഡ് എന്നുള്ള നിലയ്ക്ക് ആ ഒരു ബ്രാൻഡ് ഇത് കീപ്പ് ചെയ്യുന്നുണ്ട്. മറ്റ് ചൈനീസ് ബ്രാൻഡുകളിൽ ചിലപ്പോൾ ഇതിലും വില കുറഞ്ഞ് കണ്ടേക്കാം, പക്ഷെ അതിന്റെ പെർഫോമൻസും അതിന്റെ ഇഷ്യൂസും ഒക്കെ കുറച്ച് കൂടുതലാണ്. ഫോൺ പെട്ടെന്ന് ഡാമേജ് ആകുന്ന കംപ്ലൈന്റുകളൊക്കെ ഉണ്ട്. പക്ഷെ പോക്കോയുടെ കേസിൽ അങ്ങനെയല്ല. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതും ഒരു പോക്കോയുടെ ഫോണിൽ തന്നെയാണ്. 3.5 വർഷമായിട്ട് ഞാൻ പേഴ്സണലി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫോണാണ്. എൻ്റെ എല്ലാ വീഡിയോസും ഞാൻ ഷൂട്ട് ചെയ്തിരിക്കുന്നത് അവത്തേലുമാണ്. സോ ആ ഒരു ബ്രാൻഡിന്റെ എത്രത്തോളം നല്ലതാണ് എന്നുള്ളത് കണ്ടിട്ടാണ് ഞാൻ ഇത് ഒരു ബ്രാൻഡഡ് ഫോൺ എന്നുള്ള നിലയ്ക്ക് എടുത്തു പറഞ്ഞത്. ഇനി ഇതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് 4GB 64GB വേരിയന്റിലും കിട്ടും. അതിന് 6500 രൂപ മാത്രമേ ഉള്ളൂ. അപ്പൊ ഇത് അൺബോക്സ് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് തുറന്ന് നോക്കുമ്പോൾ ആദ്യം കാണുന്നത് ഫോൺ നമുക്ക് കാണാൻ സാധിക്കും. ഇതിനകത്ത് തന്നെ ചാർജർ അവൈലബിൾ ആണ്. 15 വാട്ട്സിന്റെ ചാർജറാണ് കിട്ടുന്നത്. 6500 രൂപയുടെ ഫോണിലാണ് 15 വാട്ട്സിന്റെ ചാർജറും കേബിളും കിട്ടുന്നത് എന്ന് ഓർക്കുക. അതൊരു വളരെ നല്ല കാര്യമാണ് പോക്കോ ചെയ്തിരിക്കുന്നത്. 1.5 ലക്ഷം രൂപയുടെ ഫോണിൽ പോലും ഇപ്പൊ ചാർജറും കേബിളും ഒന്നും ഇല്ലാത്ത അവസ്ഥയിൽ ഈ വിലയിൽ ഒരു ചാർജർ കിട്ടുക എന്ന് പറയുന്നത് വലിയ കാര്യം തന്നെയാണ്. ഇൻസ്ട്രക്ഷൻ മാനുവലും അതുപോലെ തന്നെ സിമ്മിന്റെ പിന്നും നമുക്ക് അവൈലബിൾ ആണ്. ഇത്ര മാത്രമേ ഉള്ളൂ. ഫോണിന്റെ ബോക്സ് തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനിയിപ്പോൾ ഫോണിന്റെ കാര്യം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ പ്രത്യേകതയായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്, ഇതിന്റെ 6.88 ഇഞ്ചിന്റെ ഡിസ്പ്ലേ ആണ്. ഇത്രയും വലിപ്പമുള്ള ഒരു ഡിസ്പ്ലേ ഈ സെഗ്മെന്റിൽ വേറെ ഇല്ല. അത്യാവശ്യം നല്ലൊരു ഡിസ്പ്ലേ ആണ്. ഈ വലിപ്പത്തിൽ നമുക്കൊരു മിനി ടാബ്ലറ്റ് പോലെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു ഇതിന്റെ ഒരു ഡിസ്പ്ലേ എന്ന് പറയുന്നത്. 60 ഹെർട്സ് അല്ലെങ്കിൽ 120 ഹെർട്സ് വരെ നമുക്ക് ഇതിന്റെ ഫ്രീക്വൻസി സെറ്റ് ചെയ്യാൻ സാധിക്കും. 120 ഹെർട്സ് എന്ന് പറയുന്നത് ഇതിന്റെ നമ്മൾ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ അനുസരിച്ച് അത് വേരി ചെയ്തുകൊണ്ടിരിക്കും. സോ കുഴപ്പമൊന്നുമില്ലാത്ത ഡിസ്പ്ലേ ആണ്. ഇതിന്റെ ഫുൾ ബ്രൈറ്റ്നസ് ഇടുകയാണെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ നമുക്ക് ഡിസ്പ്ലേ കാണാൻ സാധിക്കും. അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാനുള്ള ഒരു ഡിസ്പ്ലേ തന്നെയാണ്. മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന്റെ ബാക്കിലത്തെ ഈ ഒരു ഡിസൈനാണ്. ഇതിപ്പോൾ ഞാനൊരു ഗോൾഡൻ കളറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 3 കളർ വേരിയന്റ് ആണ് ഇതിനകത്തുള്ളത്. എനിക്കിഷ്ടപ്പെട്ട ആ ഒരു വേരിയന്റ് ആണ് ഞാൻ ഇതിനകത്ത് എടുത്തത്. 3 വേരിയന്റിലാണേലും ഇവിടെ സൈഡിലായിട്ട് ഒരു സെപ്പറേറ്റ് ഒരു ഫിനിഷിംഗ് കൂടെ ഇതിനകത്ത് വരുന്നുണ്ട്. സോ ഒരു മാറ്റ് ഫിനിഷ് ആണ് മൊത്തത്തിൽ ഇതിനകത്ത് വരുന്നത്. കണ്ടിട്ടൊരു വെറൈറ്റി ലുക്കുള്ള ഒരു ഫോണാണ് ഇത്. സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിലും വെസൽസും ഒക്കെ വലിയ കുഴപ്പമൊന്നുമില്ല, തിന്നായിട്ടാണ് ഇരിക്കുന്നത്. നമുക്ക് സൈഡിൽ സിം കാർഡ് സ്ലോട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് 2 സിം കാർഡും അഡീഷണൽ ആയിട്ട് ഒരു മെമ്മറി കാർഡ് വിടാം. 3 സെപ്പറേറ്റ് സ്ലോട്ടുകൾ തന്നെയാണ്. മുകളിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്പീക്കറിന്റെ ഹോള് നമുക്ക് കാണാൻ സാധിക്കും. ഈ സൈഡ് നോക്കുകയാണെങ്കിൽ സ്റ്റാൻഡേർഡ് ഫോൺസിലുള്ളതുപോലെ തന്നെ വോളിയം ബട്ടണും പവർ ബട്ടണിൽ തന്നെ ഫിംഗർ പ്രിന്റ് സ്കാനറും കൊടുത്തിട്ടുണ്ട്. താഴെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ USB-Cയും മൈക്കും ഒരു 3.5 mm ഓഡിയോ ജാക്കും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അന്യം നിന്നുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് ഇത്. ഫ്രണ്ടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു നോച്ച് ഡിസ്പ്ലേ ആണ് അതിനകത്ത് കൊടുത്തിട്ടുള്ളത് ക്യാമറ മോഡ്യൂളിലേക്ക്. ബാക്കിൽ ഡ്യുവൽ ക്യാമറയാണ് വന്നിട്ടുള്ളത്. അതൊരു സെപ്പറേറ്റ് മോഡ്യൂളായിട്ട് ഇരിക്കുന്നുണ്ട്. ക്യാമറയുടെ കാര്യമൊക്കെ നമുക്ക് നോക്കാം. 84% ആണ് സ്ക്രീൻ ടു ബോഡി റേഷ്യോ വരുന്നത്. ഇതിന്റെ താഴെ നോക്കുകയാണെങ്കിൽ കാണാം ഇത്രയും ഒരു ബ്ലാങ്ക് സ്പേസ് അവിടെ കൊടുത്തിട്ടുണ്ട്.
പക്ഷെ എന്നാലും ഫോണും അത്യാവശ്യം നല്ല വലിപ്പമാണ്. അതിന്റെ 84% ഡിസ്പ്ലേയും വരുന്നുണ്ട്. ഒരു മിനി ടാബ്ലറ്റ് പോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. കൊള്ളാം, നല്ല രസമാണ്. ഞാൻ എൻ്റെ ഒഫീഷ്യൽ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഈ സാധനം എടുത്തിട്ടുള്ളത്. ആ പർപ്പസ് എല്ലാം ഇത് മീറ്റ് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം നല്ല ക്ലാരിറ്റിയും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട്. സ്മൂത്ത് ആയിട്ടുള്ള ഡിസ്പ്ലേയും കാര്യങ്ങളും ഇതിനകത്ത് കിട്ടുന്നുണ്ട്. വളരെ സ്മൂത്ത് ആയിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ സാധിക്കും. ഒരു പ്രശ്നവുമില്ല. പിന്നെ ഇതിന്റെ ഫിംഗർ പ്രിന്റ് സ്കാനർ ആണെങ്കിലും വളരെ ഫാസ്റ്റ് ആണ്. ഒന്ന് ടച്ച് ചെയ്യുമ്പോൾ തന്നെ ഓണായി വരുന്നുണ്ട്. യാതൊരു ഇഷ്യൂസും ഇല്ല. ഇത് മാത്രമല്ല, ഇതിനകത്ത് ഫേസ് അൺലോക്കിംഗ് ഫീച്ചറും ഉണ്ട്. അതും ഒറ്റ സെക്കൻഡ് കൊണ്ട് തന്നെ ഓപ്പൺ ആയി വരുന്നുണ്ട്. അങ്ങനത്തെ കാര്യങ്ങളിലും ഒരു ഇഷ്യൂസും വരുന്നില്ല. ആകെയുള്ള ഒരു പ്രശ്നം എനിക്ക് തോന്നിയത് ഇതിന്റെ ഓട്ടോ ബ്രൈറ്റ്നസ് ഫീച്ചറാണ്. അതായത് നമ്മൾ ഫോൺ എടുക്കുന്ന സമയത്ത് ഇതിന്റെ ഫ്രണ്ട് ക്യാമറ സറൗണ്ടിങ് ആംബിയൻ ലൈറ്റ് ഡിറ്റക്ട് ചെയ്തിട്ട് എത്രത്തോളം സ്ക്രീൻ ബ്രൈറ്റ്നസ് വേണമെന്നുള്ളത് സെലക്ട് ചെയ്യും. അത് മിക്കവാറും സമയത്തൊക്കെ ചില സമയത്ത് വളരെ ഡിം ആയിട്ടാണ് എന്നെ കാണിച്ചു തരുന്നത്. അത് ഇച്ചിരി ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. മാനുവലി എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അതൊന്ന് ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞാൽ വേറെ പ്രശ്നമൊന്നുമില്ല. ഇനി ഇത് ഔട്ട് ഓഫ് ദ ബോക്സ് ആൻഡ്രോയിഡ് 15 ആണ് വരുന്നത്. 2 മേജർ അപ്ഡേറ്റ്സും പോക്കോ നമുക്ക് ഓഫർ ചെയ്യുന്നുണ്ട്. ഇത് മാത്രമല്ല, ഇതിന്റെ പ്രോസസ്സർ എന്ന് പറയുന്നത് യൂണിസെക്കിന്റെ T7250 എന്ന് പറയുന്ന പ്രോസസ്സറാണ്. ഒക്ടാകോർ 1.8 GHz കോർടെക് A75ഉം 1.6 GHz കോർടെക് A55 ആണ് ഇതിന്റെ പ്രോസസ്സറിനകത്ത് വരുന്നത്. ഹൈപ്പർ OS ആണ്. റാം എന്ന് പറയുന്നത് 4GB റാമും 6GB റാം വേരിയന്റും ഇതിനകത്ത് വരുന്നുണ്ട്. എക്സ്പാൻഡബിൾ അപ് ടു 12GB റാം ആണ്. പക്ഷെ എപ്പോഴും ഇതിന്റെ ഫിസിക്കൽ റാം മാത്രമാണ് നിങ്ങൾ നോക്കേണ്ടത്. ഇതിന്റെ എക്സ്പാൻഡ് ചെയ്യാവുന്ന റാം എന്ന് പറയുന്നത് വെറും ഗിമിക്ക് മാത്രമാണ്. വെറുതെ നമ്മളെ പറ്റിക്കാനായിട്ട് കമ്പനി പറയുന്ന ഒരു സാധനമാണ്. വളരെ സ്ലോ ആയിരിക്കും. അത്യാവശ്യ സാഹചര്യങ്ങളെ മാത്രമായിരിക്കും അത് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് വലിയ പ്രയോജനങ്ങളൊന്നും കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് എപ്പോഴും ഫോണിന്റെ ഫിസിക്കൽ റാം എത്രയാണെന്ന് നോക്കിയിട്ട് മാത്രം ഉപയോഗിക്കുക. ഇതിന്റെ പ്രോസസ്സർ വാങ്ങിക്കുന്ന സമയത്ത് എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു, ഇത് പ്രയോജനം കിട്ടാതെ വരുമോ എന്നുള്ളത്. കാരണം വലിയ ഒരു ഹൈ എൻഡ് പ്രോസസ്സർ ഒന്നുമല്ല, ഒരു ബഡ്ജറ്റ് ഫോണിൽ വരുന്ന ഒരു സാധാരണ പ്രോസസ്സറാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. പക്ഷെ വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് അതിന്റെ പ്രശ്നമൊന്നും ഉണ്ടായില്ല. കാരണം ഞാൻ ഓഫീസ് യൂസിന് വേണ്ടിയിട്ടാണ് ഇത് എടുത്തിട്ടുള്ളത്. ഇതിനകത്ത് കൂടുതലും എനിക്ക് വരുന്നത് വീഡിയോ കോള്, വാട്സപ്പ്, ഗൂഗിൾ ഡോക്സ്, ഗൂഗിൾ സ്കാന്, ഗൂഗിൾ ഷീറ്റ്, അതുപോലെയുള്ള PPT അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് എനിക്ക് വരുന്നത്. അതൊക്കെ ഞാൻ മൾട്ടിപ്പിൾ ആപ്ലിക്കേഷൻസ് അറ്റ് എ ടൈം യൂസ് ചെയ്തിട്ടും എനിക്ക് ഇതുവരെ സ്ലോ ആയോ ഹാങ് ചെയ്യോ ഒന്നും ചെയ്തിട്ടില്ല. ഞാനൊരു 3-4 ദിവസമായിട്ട് ഇത് യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ യാതൊരു പ്രശ്നങ്ങളുമില്ല. നല്ല പേടിച്ചിട്ടാണ് ഞാൻ ഈ ഫോൺ എടുത്തത്. അതുകൊണ്ടാണ് 6GB റാം വേരിയന്റ് തന്നെ എടുത്തത്. പക്ഷെ അങ്ങനത്തെ യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല. ഡേ ടു ഡേ ആക്ടിവിറ്റീസിന് നോർമൽ ആപ്പുകൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നവും ഇല്ലാതെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോണാണ് ഇത്. മൾട്ടിപ്പിൾ ആപ്ലിക്കേഷൻസ്, ഹൈ എൻഡ് ആപ്ലിക്കേഷൻസ് അറ്റ് എ ടൈം നിങ്ങൾക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പറ്റിയ ഫോണേ അല്ല. നോർമൽ സാധനങ്ങൾ മാത്രം നിങ്ങൾ കൺസിഡർ ചെയ്യാവുന്നൊരു ഫോണാണ്. ഈ ഒരു ഫോൺ ഇപ്പോൾ ഞാൻ ഏകദേശം 1 മാസത്തിനടുത്തായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇതൊന്ന് താഴെ വീണതിൻ്റെ സ്ക്രീൻ ഗാർഡ് ചെറുതായിട്ടൊന്ന് പൊട്ടിയിട്ടുണ്ട്. അത് നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട. ഈ ഒരു ഫോൺ ഇപ്പോൾ 1 മാസമായിട്ട് യൂസ് ചെയ്തിട്ട് എനിക്ക് മനസ്സിലായ 2 കാര്യമെന്ന് പറയുന്നത്, ഒന്ന്, ഇതിൻ്റെ ക്യാമറ വലിയ കുഴപ്പമില്ലാത്ത ക്യാമറയാണ്. ഞാൻ ആദ്യം വിചാരിച്ചത് ഏറ്റവും വേസ്റ്റ് ക്യാമറയാണ് ഇത് എന്നാണ്. ഇതിനകത്ത് 32 മെഗാപിക്സലിലെ റിയർ ക്യാമറ, 30 FPS അതുപോലെ തന്നെ 8 മെഗാപിക്സലിലെ ഫ്രണ്ട് ക്യാമറ, അതും ഫുൾ HD 30 FPS റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന ക്യാമറയാണ്. അത് ഒന്നിനും കൊള്ളില്ല എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. കാരണം നമ്മൾ ക്യാമറ ഓണാക്കി ഒന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ജസ്റ്റ് ഇവിടെ നോക്കുമ്പോൾ അറിയാൻ പറ്റത്തില്ല, അല്ലാതെ നമ്മളൊരു ഹ്യൂമൻ ഒരു ഇതിൽ ഒരു പിക്ചറൊക്കെയാണ് നമ്മൾ നോക്കുന്നത് എന്നുണ്ടെങ്കിൽ ഒട്ടും ക്ലാരിറ്റി ഇല്ലാതെ VGA ക്യാമറയിൽ എടുക്കുന്നത് പോലെയാണ് നമുക്ക് തോന്നുന്നത്. പക്ഷേ ആക്ച്വലി ഇത് ക്യാമറയുടെ കുഴപ്പമല്ല, ഇത് ഈ ഒരു സ്ക്രീനിൻ്റെ കുഴപ്പം കൊണ്ടാണ് നമുക്കങ്ങനെ തോന്നുന്നത്. ഇതിനകത്ത് എടുത്തിട്ടുള്ള ഫോട്ടോസ് നമ്മൾ കമ്പ്യൂട്ടറിലിട്ടോ അല്ലെങ്കിൽ മറ്റ് ഫോണിലിട്ടോ നോക്കുമ്പോൾ അത്രയും വലിയ കുഴപ്പം കാണുന്നില്ല. 32 മെഗാപിക്സലിൻ്റെ ഡ്യുവൽ ക്യാമറ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ആ ഒരു 32 മെഗാപിക്സലിൻ്റെ അടുത്ത് വരുന്ന ഒരു ക്വാളിറ്റിയൊക്കെ ഇതിനകത്ത് തരുന്നുണ്ട്. ഇതിപ്പോൾ രാത്രിയിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും വലിയ കുഴപ്പമില്ല, ഫോട്ടോസ് എടുക്കാൻ പറ്റുന്നുണ്ട്. പകലാണെങ്കിലും നല്ല ഫോട്ടോസ് എടുക്കാൻ പറ്റുന്നുണ്ട്. ഇതിൽ ഒരു ചെറിയ പ്രശ്നമായിട്ട് കണ്ടത്, നമ്മൾ ആ ഒരു ബ്രൈറ്റ്നസ് ലെവല് അത് എത്രത്തോളം ഇത് ക്ലിയർ ചെയ്യുന്നുണ്ടെന്നുള്ളതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അതായത് ചില പ്രത്യേക ആംഗിളിലൊക്കെ നമ്മൾ പിടിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു ആംഗിളിൽ നല്ല രീതിയിൽ നമുക്ക് സ്ക്രീനിലും ബാക്ക്ഗ്രൗണ്ടും ഒക്കെ നല്ല കളർഫുള്ളായിട്ട് നല്ല ബ്രൈറ്റ്നസ് ആയിട്ട് നമുക്ക് കിട്ടും. പക്ഷേ ചില പ്രത്യേക ആംഗിളിൽ എടുത്തു കഴിഞ്ഞാൽ ബ്രൈറ്റ്നസ് തീരെ കുറവായിരിക്കും.
ആയിരിക്കും വരുന്നത്. ആ ഒരു കളർ കറക്ഷൻ ഇത് കൃത്യമായിട്ട് ഇതിൻ്റെ ക്യാമറ ചെയ്യുന്നില്ല എന്നുള്ളൊരു പ്രശ്നം ഒഴിച്ചു കഴിഞ്ഞാൽ വേറെ കുഴപ്പമൊന്നുമില്ല. നൈറ്റ് മോഡാണെങ്കിലും മറ്റു മോഡുകളും പോർട്രേറ്റ് മോഡുകളും ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം വൃത്തിയായിട്ട് തന്നെ കിട്ടുന്നുണ്ട്, ക്ലാരിറ്റിയിൽ കിട്ടുന്നുണ്ട്. പിന്നെ ഒരുപാട് ഫേസ് ഒക്കെ സൂം ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മുഖത്ത് ചെറിയ പാടുകളൊക്കെ ഉള്ളതുപോലെ, അതായത് ഒരു വെളുത്ത ഒരു സർഫസ് ഉള്ളതുപോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ ഇതൊരു 1500 രൂപയുടെ ക്യാമറയിൽ ഇതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കരുത്. പക്ഷേ ഈ ഒരു വിലയ്ക്ക് അത്യാവശ്യം നല്ലൊരു ക്യാമറ തന്നെയാണ് ഇതിനകത്തുള്ളത്. പിന്നെ മറ്റൊരു പ്രശ്നം ഫ്രണ്ട് ക്യാമറ, അതായത് നമ്മൾ രണ്ട് കാര്യത്തിനാണ് ഈ ഫ്രണ്ട് ക്യാമറ നമുക്ക് ഒരു ചെറിയ പ്രശ്നം തരുന്നത്. ഒന്ന്, നമ്മൾ ഓട്ടോമാറ്റിക് ബ്രൈറ്റ്നസ് ഇതിൽ വർക്ക് ചെയ്യത്തില്ല. കാരണം വർക്ക് ചെയ്യും, അതിലൊരു ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. നമ്മൾ പോക്കറ്റിൽ നിന്ന് നമ്മൾ എടുത്ത് ഇതൊന്ന് അൺലോക്ക് ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം തീരെ വെളിച്ചം കുറവാണ്, അല്ലെങ്കിൽ നമ്മൾ പോക്കറ്റിൽ നിന്ന് എടുക്കുന്ന സമയത്ത് മൊത്തം തീരിട്ടാണല്ലോ, ആ ഒരു ഇത് ഡിറ്റക്റ്റ് ചെയ്തിട്ട് സ്ക്രീൻ തീരെ അങ്ങ് ആവും. നമ്മൾ നട്ടുച്ച വെയിലത്താണ് ഇത് എടുക്കുന്നതെങ്കിൽ പോലും ആ സ്ക്രീൻ അതുപോലെ അങ്ങ് ഡിമ്മായിട്ട് നമുക്കൊന്നും കാണാൻ പറ്റത്തില്ല. അത് കാരണം ഞാൻ ആ ഓട്ടോമാറ്റിക് ബ്രൈറ്റ്നസ് ഫീച്ചർ ഓഫ് ചെയ്തിട്ടിട്ട് ഈ ഒരു സ്പെസിഫിക് ബ്രൈറ്റ്നസ്സിലാണ് ഇത് ഇട്ടേക്കുന്നത്. ബ്രൈറ്റ്നസ് ഒക്കെ കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം നല്ല രീതിയിൽ ബ്രൈറ്റ്നസ് നമുക്ക് കിട്ടുന്നൊക്കെ ഉണ്ട്. പക്ഷേ ഈ ഒരു ഓട്ടോമാറ്റിക് ബ്രൈറ്റ്നസ് കിട്ടുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രശ്നമായിട്ട് കാണുന്നത്. രണ്ട്, നമ്മൾ വാട്സപ്പ് വോയിസ് ക്ലിപ്പുകളൊക്കെ പ്ലേ ചെയ്യുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് ചെവിയിലോട്ട് വെക്കുന്ന സമയത്ത് ലൗഡ് സ്പീക്കറിൽ നിന്ന് മാറി ഇയർ പീസിൽ കൂടെ കേൾക്കേണ്ടതാണ്. പക്ഷേ മിക്കവാറും സമയത്ത് ഇത് ഈ ഒരു ഫ്രണ്ട് ക്യാമറ വെച്ചിട്ടാണ് ഡിറ്റക്റ്റ് ചെയ്യുന്നത്. അത് ഡിറ്റക്ഷൻ ഫെയിലായിട്ട് എപ്പോഴും ലൗഡ് സ്പീക്കറിൽ കൂടെ തന്നെയാണ് കേൾക്കുന്നത്. നമ്മൾ ഫോൺ സംസാരിക്കുന്ന സമയത്ത് ചെവി വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ പോലും ചില സമയത്ത് സ്ക്രീനുകളിൽ ഓപ്ഷൻസ് ഒക്കെ കയറിപ്പോവും. സ്ക്രീൻ ഓഫ് ആകുന്ന ആ ഒരു പ്രോസസ്സിലേക്ക് ചില സമയത്ത് പോകുന്നില്ല. അങ്ങനെ ഒരു പ്രശ്നം ഇതിനകത്ത് കാണുന്നുണ്ട്. നേരത്തെ പറഞ്ഞ സ്ക്രീനിൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് 6.88 ഇഞ്ചിൻ്റെ മാസീവ് സ്ക്രീനാണ്. അതായത് ഏകദേശം S25 അൾട്രയുടെ അടുത്ത് നിൽക്കുന്ന സ്ക്രീനിൻ്റെ വലുപ്പമാണ് ഇതിനകത്തുള്ളത്. വളരെ ഇഷ്ടപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു സ്ക്രീനിൻ്റെ പിക്സൽസ് എന്ന് പറയുന്നത് 720x1640 ആണ്. 260 ppi ഡെൻസിറ്റിയാണ് ഇതിനകത്ത് വരുന്നത്. ഇത് ഏകദേശം ഒരു 6.5 അല്ലെങ്കിൽ 6.6 ഇഞ്ചിൻ്റെ സ്ക്രീനുള്ള ഒരു ഫോണിലാണ് എന്നുണ്ടെങ്കിൽ ഇത് അത്യാവശ്യം നല്ല ക്ലാരിറ്റിയിൽ കിട്ടണമെന്നാണ്. പക്ഷേ ഇത്രയും വലിപ്പം കൂടിയിട്ട് ആ ഒരു കുറഞ്ഞ അല്ലെങ്കിൽ ഒരു 6.5 ഇഞ്ചിൻ്റെ പിക്സൽ ഡെൻസിറ്റി വേണ്ടുന്ന ആ ഒരു ഡെൻസിറ്റിയൊക്കെ കൊടുത്തപ്പോഴത്തേക്ക് അത് അത്രയ്ക്ക് അങ്ങോട്ട് എഫക്റ്റീവായിട്ട് വരുന്നില്ല. പക്ഷെ നമ്മൾ നോർമലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നോർമൽ യൂസിന് പക്കായിട്ട് ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. അതിനകത്തൊന്നും യാതൊരു പ്രശ്നങ്ങളുമില്ല. പക്ഷെ നമ്മൾ ഒരു ക്യാമറ ഓണാക്കി നോക്കുന്ന സമയത്തോ അല്ലെങ്കിൽ യൂട്യൂബിൽ ഫുൾ HD വീഡിയോ ഒക്കെ ഇട്ട് പ്ലേ ചെയ്താലും അത് ഫുൾ HD ആയിട്ടുള്ളൊരു ഫീല് നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് ഇതിനകത്ത് വരുന്നൊരു പ്രശ്നം. വേറെ യാതൊരു രീതിയിലും ഈ ഒരു സ്ക്രീനിൻ്റെ പിക്സൽ ഡെൻസിറ്റി കുറവ് ഉള്ളതുകൊണ്ട് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. എന്തായാലും മൊത്തത്തിൽ ഈ ഒരു വിലയ്ക്ക് ഞാൻ 100% സാറ്റിസ്ഫൈഡ് ആണ്. ഒരു 6500 അല്ലെങ്കിൽ 7500 റുപ്പീസ് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നോർമൽ യൂസിന് അല്ലെങ്കിൽ ഒരു സെക്കൻഡറി ഫോൺ എന്നുള്ള നിലയ്ക്ക് 100% ഉപയോഗിക്കാവുന്ന ഫോണാണ്. ഇത് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാൻ എൻ്റെ മമ്മിക്ക് വേണ്ടി ഒരു ഫോണും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ട്. സെയിം ഫോൺ 6GB 128GB ഒരു ഫോണും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ട്. എൻ്റെ മദറിന് യൂസ് ചെയ്യേണ്ട ആവശ്യത്തിനുള്ള ആ ഒരു സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നുണ്ട്. സോ ഇതൊരു വാല്യൂ ഫോർ മണി ഫോണാണ് എന്നതിൽ യാതൊരു തർക്കവുമില്ല. ഇനി ഇതിൻ്റെ ബാറ്ററി 5200 mAh ഒരു യമണ്ടം ബാറ്ററിയാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. നല്ല രീതിയിൽ ചാർജ് നിൽക്കുന്ന ഒരു ബാറ്ററിയാണ്. ഇതിന് 15 വാട്ട്സ് ചാർജറാണ് ഇതിൻ്റെ ഒപ്പം കിട്ടുന്നത്. ഫാസ്റ്റ് ചാർജർ എന്ന് പറയുന്നുണ്ടെങ്കിലും ഏകദേശം 2 മണിക്കൂർ എടുക്കും 0 to 100% ഇത് ചാർജ് ചെയ്യാനായിട്ട്. 1 മണിക്കൂർ കൊണ്ട് 50% ചാർജ് ആകുകയും ചെയ്യും. എന്നാൽ 100% ഒന്ന് ചാർജ് ആയി കഴിഞ്ഞാൽ നല്ല രീതിയിൽ ചാർജ് ഹോൾഡ് ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് ഞാൻ 12 മണിക്കൂർ വരെ 100% ചാർജ് ചെയ്തതിന് ശേഷം ഞാൻ യൂസ് ചെയ്തു. അങ്ങനെ യൂസ് ചെയ്തിട്ടും എനിക്ക് വലിയ ഇഷ്യൂ ഒന്നും ഇല്ലായിരുന്നു. ഏകദേശം 70% ചാർജ് എക്സസ് ആയിരുന്നു. നല്ല രീതിയിൽ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു വീഡിയോ കോൾ ചെയ്തു, ബാക്കി ഓഫീസ് കാര്യങ്ങളെല്ലാം ഫുൾ ടൈം ഞാൻ ഇതിനകത്ത് ചെയ്തു. എന്നിട്ട് പോലും 30% ചാർജ് മാത്രമേ പോയുള്ളൂ. പിന്നെ ഒരു ദിവസം അടുത്ത ദിവസം ഞാൻ 100% ചാർജ് ചെയ്തതിന് ശേഷം 1.5 ദിവസം ചാർജ് ചെയ്യാതെ ഇത് യൂസ് ചെയ്തു. അപ്പോഴും ഏകദേശം 53% ചാർജ് എക്സസ് ആയിരുന്നു. എങ്ങനെ പോയാലും 2 ദിവസം നമുക്ക് കണ്ടിന്യൂസ് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ചാർജ് ഇതിനകത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ ബാറ്ററിയുടെ കാര്യത്തിൽ ഡബിൾ ഓക്കെയാണ്. യാതൊരു കാര്യത്തിലും പേടിക്കുകയൊന്നും വേണ്ട. ചാർജ് ചെയ്യാൻ 2 മണിക്കൂർ എടുക്കും എന്നുള്ളത് ഒഴിച്ചാൽ വേറെ യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ വീണ്ടും പറയുന്നു, 6500 രൂപയുടെ ഫോണാണ്. അതിനകത്ത് 2 മണിക്കൂർ കൊണ്ട് ചാർജ് ചെയ്യാൻ പറ്റുന്നത് തന്നെ വലിയൊരു കാര്യമാണ്.
ആ നിൽക്കുന്നത് 2 ദിവസം നിൽക്കും എന്നുള്ളത് അതിനേക്കാളും വലിയ കാര്യമാണ്. അതുകൊണ്ട് ബാറ്ററിയുടെ കാര്യത്തിൽ ഒന്നും പേടിക്കേണ്ട. ധൈര്യമായിട്ട് ചാർജ് ചെയ്താൽ 2 ദിവസം നല്ല ഭംഗിയായിട്ട് യൂസ് ചെയ്തുകൊണ്ട് പോകാൻ പറ്റുന്ന കിടിലൻ ഒരു ഫോണാണ് ഇത്. ഇതിന്റെ സൗണ്ടിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം ഡീസന്റ് ആയിട്ടുള്ള സൗണ്ടാണ്. മേളിൽ ഒരു സ്പീക്കർ മാത്രമേ ഉള്ളൂ, ഡ്യുവൽ സ്പീക്കർ സെറ്റപ്പ് ഒന്നുമില്ല. പക്ഷേ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സൗണ്ട് നമുക്ക് കേൾക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഇയർ പീസ് വോളിയം ആണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ കേൾക്കുന്നുണ്ട്. നല്ല സൗണ്ടിൽ തന്നെ അപ്പുറത്ത് നിൽക്കുന്ന ആൾ പറയുന്നത് നമുക്ക് ഫോൺ ചെയ്യുന്ന സമയത്ത് കേൾക്കാൻ പറ്റും. ആ കാര്യം എന്നുള്ളത് യാതൊരു പ്രശ്നവുമില്ല. വൈഫൈ ആണെങ്കിലും ഡ്യുവൽ ഫ്രീക്വൻസി വരുന്നുണ്ട്. 2.5 GHz 5 GHz ഇതിനകത്ത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബ്ലൂടൂത്തിന്റെ 5.2 ആണ് ഇതിനകത്ത് വേർഷൻ വരുന്നത്. ഫിംഗർ പ്രിന്റ് ആണെങ്കിലും മറ്റു കാര്യങ്ങളെല്ലാം സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നുണ്ട്. പക്ഷേ ഇതിനകത്ത് ആൻഡ്രോയിഡ് ഓട്ടോ ഒന്നും സപ്പോർട്ട് ചെയ്യത്തില്ല. അങ്ങനത്തെ കാര്യങ്ങളൊന്നും പ്രതീക്ഷിക്കരുത്. ബാക്കി നോർമൽ യൂസേജിനൊക്കെ നല്ല രീതിയിൽ വരുന്നുണ്ട്. ഇന്റർനെറ്റ് ഒക്കെ ആണെങ്കിലും യൂസ് ചെയ്യുന്ന സമയത്ത് ഒട്ടും സ്ലോ ഇല്ല, നല്ല സ്പീഡിൽ തന്നെ നോർമലായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് വൈഫൈ ആണെങ്കിലും ഡാറ്റ ആണെങ്കിലും. 5G ഇല്ല, 4G മാത്രമേ ഉള്ളൂ. പക്ഷേ ആ 4Gയിൽ നമുക്ക് ആവശ്യത്തിനുള്ള സ്പീഡിൽ മറ്റു കാര്യങ്ങളെല്ലാം ഇതിനകത്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാനൊരു ഗെയിം ഇൻസ്റ്റാൾ ചെയ്ത് നോക്കിയിരുന്നു. ഒരു സാധാരണ ഗെയിമാണ്, സ്നൈപ്പറിന്റെ ഒരു ഗെയിം. അതിനകത്ത് വലിയ ഇഷ്യൂസ് ഒന്നും ഇല്ലാതെ എനിക്ക് പ്ലേ ചെയ്യാൻ പറ്റി. ഹൈ എൻഡ് ഗെയിംസ് ഒന്നും ഞാൻ ട്രൈ ചെയ്ത് നോക്കിയതുമില്ല, നോക്കിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. അതിന് വേണ്ടി പറ്റുന്നുള്ളൊരു ഫോണല്ല ഇത്. കളിക്കാൻ പറ്റും, പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ സ്മൂത്ത് ആയിട്ടൊന്നും ഇത് വർക്ക് ചെയ്യത്തില്ല. അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളിലേക്കൊന്നും പോവുകയേ വേണ്ട. ഒരു നോർമൽ ഗെയിം ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കി എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ ഇത് മൊത്തത്തിൽ ഈ ഫോണിനെ കുറിച്ച് പറയുകയാണ് എന്നുണ്ടെങ്കിൽ 2 രീതിയിലുള്ള ആളുകൾക്കാണ് പ്രയോജനപ്പെടുന്നത്. ഒന്ന്, സെക്കൻഡ് ഫോണായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ആളുകൾക്ക്. ഞാൻ ഇതെന്റെ സെക്കൻഡ് ഫോണായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇതെന്റെ ഓഫീസ് ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം യൂസ് ചെയ്യുന്നതാണ്. അതിൽ ഞാൻ 100% സാറ്റിസ്ഫൈഡ് ആണ്. പ്രത്യേകിച്ച് 7500 രൂപയ്ക്ക് ഇത്രയും വലിയ സ്ക്രീനും ഇത്രയും ഫീച്ചേഴ്സും നല്ല സ്മൂത്ത് ആയിട്ടുള്ള വർക്കിങ്ങും എല്ലാം ഉള്ള ഒരു ഈ ഫോൺ എനിക്ക് 100% സാറ്റിസ്ഫാക്ഷൻ തരുന്ന ഒരു ഫോൺ തന്നെയാണ്. രണ്ടാമത്, പ്രായമായവർക്ക് കൊടുക്കാൻ സാധിക്കും. നമ്മളെ പേരൻസിനോ അല്ലെങ്കിൽ ഗ്രാൻഡ് പേരൻസിനോ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. കാരണം ഇത്രയും വലിപ്പമുള്ള സ്ക്രീൻ ആയതുകൊണ്ട് അവർക്ക് സോഷ്യൽ മീഡിയ ഒക്കെ ആയിരിക്കും അവർ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. അങ്ങനെ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് നല്ല വലിപ്പത്തിൽ അവർക്ക് കാണാനും ഒക്കെ സാധിക്കും. ആ കാര്യത്തിലൊന്നും പ്രശ്നമൊന്നുമില്ല. ക്യാമറ അധികം യൂസ് ചെയ്യാത്ത ആളുകൾക്കാണ് എന്നുണ്ടെങ്കിൽ യാതൊരു കുഴപ്പങ്ങളുമില്ല. ഫോൺ നോർമലായിട്ട് ഡീസൻ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. പക്ഷെ ഒരു പ്രൈമറി ഫോണായിട്ട് ഇത് ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ചില്ലറ ആപ്പുകളൊക്കെ ഇതിനകത്ത് പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് വരുന്നുണ്ട്. നമുക്ക് ആവശ്യമില്ലാത്തൊക്കെ ഒന്ന് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയുക. പിന്നെ ചില ആപ്പുകൾ അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റത്തില്ല. അതിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇറിറ്റേറ്റിംഗ് ആയിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. അതല്ലാതെ അത് പക്ഷെ പരസ്യമൊന്നുമല്ല, അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളല്ലാതെ വേറെ പ്രത്യേകിച്ച് വലിയ ശല്യങ്ങളൊന്നും ഇതിനകത്ത് ഇല്ല. ഇത്രയും ദിവസം ഞാനിത് യൂസ് ചെയ്തിട്ട് ഇതിന് യാതൊരുവിധ ഇഷ്യൂസും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ ആകെയുള്ളൊരു ചെറിയ 1-2 കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇതിന്റെ തീം, ഇതിനകത്ത് ഇൻബിൽട്ട് ആയിട്ട് വരുന്ന തീം ഒന്നും വലിയ കാര്യങ്ങളൊന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല. ഇതൊക്കെ ഞാൻ സെപ്പറേറ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഈ തീമൊക്കെ സെറ്റ് ചെയ്തതാണ്. അതല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഹാങ് ഇതുവരെ ആയിട്ടില്ല. ഞാൻ അറ്റ് എ ടൈം മൾട്ടിപ്പിൾ ആപ്പുകൾ, നോർമൽ ആപ്പുകളൊക്കെ തന്നെ ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. അതിനകത്തൊന്നും എനിക്ക് ഇതുവരെ ഹാങ് ആകുമോ അല്ലെങ്കിൽ സ്ലോ ആകുമോ അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും എനിക്ക് ഇതുവരെ ഫേസ് ചെയ്തിട്ടില്ല. നോർമൽ ഒരു ഫോൺ യൂസ് ചെയ്യുമ്പോൾ എങ്ങനെയാണോ, ഹൈ എൻഡ് ഫോണുമായിട്ടൊന്നും കമ്പയർ ചെയ്തത്, ഒരു 15,000 അല്ലെങ്കിൽ 20,000 രൂപീസിന്റെ ഒരു ഫോൺ യൂസ് ചെയ്താൽ എങ്ങനെയാണോ അതേ ഫീൽ തന്നെയാണ് ഈ 7500 രൂപ കൊടുത്ത് വാങ്ങിച്ച ഈ ഒരു ഫോൺ യൂസ് ചെയ്തപ്പോഴും എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ കൂടെ എനേബിൾ ചെയ്തിട്ടിരിക്കുക. അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരേക്കും സൈനിങ് ഓഫ്. ഗുഡ് ബൈ.